അസ്സലാമലൈക്കും. ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് മീൻ വറ്റിച്ചതാണ് കേട്ടോ. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള അയില. ഇപ്പോൾ നോൽമ്പല്ലേ, അപ്പോൾ അയില കിട്ടിയപ്പോൾ ചിക്കനും ബീഫും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഇതില്ലാഞ്ഞാൽ പോയി കാര്യം. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോക്കാം. അതിന് ആവശ്യമായ സാധനങ്ങൾ ഞാൻ പറയാം. വെളിച്ചെണ്ണ ഒഴിക്കുക. ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് ഉലുവ ഇടാം, കുറച്ച് ജീരകം ഇടാം, അതിൽ അര സ്പൂൺ. പിന്നെ ഒരു തക്കാളി, ഒരു മീഡിയം ഉള്ള ഉള്ളി, 3 പച്ചമുളക് എല്ലാം കൂടെ നല്ലതുപോലെ വെളിച്ചെണ്ണയിൽ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പിടണേ മറക്കരുത്. നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇതൊന്ന് ഏകദേശം പാകമായതിന് ശേഷം നല്ലതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് അതിന് വേണ്ട മസാലകൾ: 2 സ്പൂണ് മുളക്, 2 സ്പൂണ് മുളക്, പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. മസാലേൻ്റെ ഒക്കെ പച്ചച്ചുവ ഒന്ന് മാറട്ടെ, നല്ലതുപോലെ ഒന്ന് വാടട്ടെ. ആ പച്ചക്കറീൻ്റെ കൂടെ തക്കാളി ഉള്ളിൻ്റെ ഒക്കെ കൂടെ തന്നെ ഇതൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് തീ കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ കൂടിയാൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ലപോലെ ഒന്ന് കുറഞ്ഞ് ചെറിയ തീയിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് മൂടി വെക്കുന്നത് നല്ലതായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് അത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിക്കുക അതിലേക്ക്. ഇനി മീനിടാം നമുക്ക്. നല്ല അയിലായിരുന്നു കിട്ടിയത്. അപ്പോൾ അയില കിട്ടിയപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ, പത്തിരീൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ കഴിക്കട്ടോ. നല്ലൊരു കറിയാണ്. നല്ല അയിലയായിരുന്നു കേട്ടോ. ഇത് എനിക്ക് ഈ ചാറൊക്കെ ഒന്ന് വറ്റട്ടെ. ഇത് പതുക്കെ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വറ്റിയിട്ട് ഈ ഗ്രേവി ഈ മീനിൽ പിടിച്ചിട്ട് നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ. ഉപ്പ് എടുക്കൊന്ന് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ഇടണം. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചപ്പാത്തിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെയും. ഇനിയും കുറച്ച് ഇതിൻ്റെ മുകളിലൊന്ന് കുറച്ച് കറിവേപ്പിലാണ് ഇതിന് മെയിനായിട്ട് വേണ്ടിയത്. കറിവേപ്പിലയും വെളിച്ചെണ്ണ. അങ്ങനെ നമ്മളെ കറി റെഡി ആയിക്കുന്നു. കറി അതിൻ്റെ വെള്ളമൊക്കെ വറ്റി. കുറച്ച് ചോറെടുക്കുക. വേറെ ഒന്നും വേണ്ട, ഈ കറി തന്നെ മതി കേട്ടോ. ഈ മീനും കൂട്ടിയിട്ട് കുറച്ച് തൈരും അച്ചാറും ഒരു പപ്പടം ഉണ്ടെങ്കിൽ വെച്ചിട്ടായിരുന്നു. പക്ഷേ പപ്പടം ഇല്ലാത്തതുകൊണ്ട് ഇതന്നെ അടിപൊളിയായിരുന്നു. പാത്രം കാലിയായത് അറിഞ്ഞില്ല, അത്ര പെട്ടെന്ന് പ്ലേറ്റ് കാലിയായി. നല്ല അടിപൊളിയായിരുന്നു. നല്ല ബെസ്റ്റ് കറിയായിരുന്നു. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം.